ഒളിഞ്ഞു നോക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഒരു കച്ചവടക്കാരൻ്റെ, ഒരു പ്രൊഡക്റ്റ് ഇന്നോവേറ്ററുടെ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള കഴിവെന്ന് ഞാൻ പറയും. വലിയ തമാശയാണ്. എൻ്റെ വലിയ ബമ്പം ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് എന്നോടാ പറയുന്നത്. ഞാനിതിലൊരു എക്സ്പേർട്ടൊന്നുമല്ല, ഞാനെന്നല്ല ഒരാളും നിങ്ങളുടെ പ്രൊഡക്റ്റിൽ എക്സ്പേർട്ടല്ല. നിങ്ങളുടെ കസ്റ്റമർ നിങ്ങളുടെ പ്രൊഡക്റ്റിൽ എക്സ്പേർട്ടല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയും വേണ്ട. നിങ്ങളുടെ കസ്റ്റമർ ക്വാളിറ്റിയെ പെർസീവ് ചെയ്യുക, ഇത് ക്വാളിറ്റി ആണെന്ന് പെർസീവ് ചെയ്യുന്നു. ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഡ്രൈവേഴ്സിന് ചിലപ്പം ഒരു BMW ആയിരിക്കും ഇഷ്ടപ്പെടുക. അതും ഭയങ്കര എക്സിക്യൂട്ടീവ് കംഫർട്ടിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ബെൻസ് ആയിരിക്കും ഇഷ്ടപ്പെടുക. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ഇതിൽ BMW ക്വാളിറ്റി കുറവ്, ബെൻസിന് ക്വാളിറ്റി ഉള്ളൂ, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇതൊരു പെർസെപ്ഷനാണ്. നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ എല്ലാം എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് ക്വാളിറ്റിയാണെന്ന് പറയാനും പറ്റില്ല. ഈ പെർസെപ്ഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു സാധനം. അങ്ങനെയാണ് നമ്മൾ പെർസീവ്ഡ് ക്വാളിറ്റി ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആസ്പെക്റ്റ് ഓഫ് ക്വാളിറ്റിയെ ആളുകളുടെ ഉള്ളിൽ ഇതാണ് ക്വാളിറ്റി എന്ന് വരുത്തി തീർക്കാൻ പറ്റാം. ഏതെങ്കിലും ഒരു എലമെൻറ്റ് വിച്ച് യു ഫീൽ യുവർ കസ്റ്റമർ വുഡ് ലൈക്ക് മോർ, അതെടുത്തിട്ട് പുറത്തേക്ക് വെക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ പണ്ട് ബൈബിളിലൊക്കെ പറയുന്ന ഒരു വാചകമില്ലേ, അതായത് എന്താ പറയുക, ആരും വിളക്ക് കത്തിച്ചിട്ട് കല്ലിനടി വെക്കില്ല എന്ന് പറയുന്നുണ്ട്. വിളക്കത്തിൽ കല്ലിനടി വെച്ചിട്ട് കാര്യമില്ല, കിട്ടുമെന്ന് മാത്രമല്ല ആരും കാണില്ല. നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുമെന്ന് നിങ്ങൾക്ക് 100% ഉള്ള ഒരു കോർ എബിലിറ്റിയെ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടാണ് നിങ്ങൾ പെർസീവ്ഡ് ക്വാളിറ്റി ക്രിയേറ്റ് ചെയ്യുക. പക്ഷെ അത് ഏതാണ് എന്ന് ഡിസൈഡ് ചെയ്യാൻ നിങ്ങൾ നടത്തുന്ന കസ്റ്റമർ റീഡിങ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒളിഞ്ഞെന്ന് കേൾക്കുന്നതാണ് ഏറ്റവും സത്യം, അല്ലേ? ഇപ്പം നിങ്ങളുടെ അയൽവക്കത്തെ ആളോട് ചോദിക്കുകയാണ്, നിങ്ങളെക്കുറിച്ചൊരു അഭിപ്രായം ചോദിച്ചാൽ പുള്ളി എന്താ പറയുക, നിങ്ങൾ സുന്ദരനാണ്, നിങ്ങൾ മഹാനാണ്, നിങ്ങൾ ആൾ അടിപൊളിയാണെന്നൊക്കെ പറയും. നിങ്ങൾ പോന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? കുറച്ച് കഴിയുമ്പോൾ എന്ത് ഇയാൾ നിങ്ങളെക്കുറിച്ചുള്ള സാധ്യത, ആ ചെങ്ങ അവനൊരു അറിവ് വിശക്കാനാണ്, അവൻ തിരിഞ്ഞു നോക്കാത്ത മനുഷ്യനാണ്, അവൻ്റെ മറ്റേ ആളെ അയാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പണ്ട് നമ്മുടെ CBI ഡയറക്ടർ ഗ്രൂപ്പിൽ മമ്മൂട്ടി ചെയ്യുന്നില്ലേ, ഫോൺ ഉള്ളി വെച്ചിട്ട് എന്തോ ഉള്ളി വെച്ചിട്ട് മറന്നു പോകും, അപ്പോൾ തിരിച്ചു ചെല്ലുമ്പോൾ ഇവർ വിളിച്ച് പറയും. ആ ഒരു ഐഡിയ വേണം. നിങ്ങൾ ഒളിഞ്ഞു നിന്ന് കേൾക്കണം. നിങ്ങളുടെ കസ്റ്റമറുകൾ ഒളിഞ്ഞു കേൾക്കാൻ പഠിക്കണം. അപ്പോൾ നേരെ ഒന്ന് കേട്ടിട്ട് കാര്യമില്ല. നിങ്ങളൊരു കസ്റ്റമർ ഗ്രൂപ്പിനെ വിളിച്ചിട്ട് 5 സ്റ്റാർ ഹോട്ടലിൽ പാർട്ടി കൊടുത്തിട്ട് അഭിപ്രായം ചോദിച്ചിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾ അവരെ ഒളിഞ്ഞു കേൾക്കാൻ പഠിക്കുക. ഓക്കെ, ഒളിഞ്ഞു കേൾക്കുക എന്നുള്ളത് ഒരു പ്രൊഡക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ക്രിട്ടിക്കലായ ഒരു എലമെൻറ്റാണ്. അങ്ങനെ ഒളിഞ്ഞു കേൾക്കുന്ന സത്യങ്ങളെ മറ്റൊരു ലാംഗ്വേജിൽ ഒരു കമ്മ്യൂണിക്കേഷൻ എക്സ്പേർട്ടിൻ്റെ അടുത്ത് വന്നിട്ട് ഈ ഒളിഞ്ഞു കേൾക്കുന്ന സത്യങ്ങളുടെ റിപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ അയാൾ പറഞ്ഞുതരും നിങ്ങൾക്ക് ഏത് പോയിൻ്റാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്. ആ പോയിൻ്റ് പ്രൊമോട്ട് ചെയ്താൽ വെടുപ്പായിരിക്കും. സംഭവം കറക്റ്റ് പെർസീവ്ഡ് ക്വാളിറ്റി ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾക്ക് അവിടെ 2 സാധനം ചെയ്യാൻ പറ്റും. ഈ ഒളിഞ്ഞു കേൾക്കുന്നതിൽ നിന്ന് നിങ്ങളെക്കുറിച്ച് പറഞ്ഞ നെഗറ്റീവ്സിനെ ഫിൽട്ടർ ചെയ്ത് അതിൻ്റെ കൗണ്ടർ അറ്റാക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ ചെയ്യാൻ പറ്റുക, നിങ്ങളെക്കുറിച്ച് നല്ലത് പറഞ്ഞ പോയിന്റിലേക്ക് ഫോക്കസ് കൊണ്ടുവന്ന് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് ആ പോർഷനെ കൊണ്ടുവരാൻ പറ്റും. സോ ഇത്തരത്തിൽ ഒളിഞ്ഞു കേൾക്കാൻ നിങ്ങൾ പഠിക്കണം. അത് വളരെ ക്രിട്ടിക്കലാണ്. ഒളിഞ്ഞു നോക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഒരു കച്ചവടക്കാരൻ്റെ, ഒരു പ്രൊഡക്റ്റ് ഇന്നോവേറ്ററുടെ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള കഴിവെന്ന് ഞാൻ പറയും.